കുട്ടനാടിന് എത്ര കാലം? ഞാൻ ഈ സുഭാഷിതം ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഗ്രീൻ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്, ഡിജിറ്റൽ ചാനൽ. അതിനകത്തും ഞാൻ ഈ വിഷയം ചെയ്തിരുന്നു. ഇതിലാദ്യമായിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ മറ്റൊരുപാട് ചാനലുകളിൽ, ABC-യിൽ, മറുനാടൻ മലയാളിയിൽ, മലയാളി വാർത്ത, നിരവധി ചാനൽ, ഓൺലൈൻ ചാനലുകൾ, പിന്നെ സാറ്റലൈറ്റ് ചാനലുകളിലുമൊക്കെ കുട്ടനാടിനെക്കുറിച്ച് ഞാൻ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പുതിയ മാറ്റത്തിൻ്റെ കാലത്ത് കുട്ടനാടിൻ്റെ ആയുസ് എത്രയാണ്? പ്രളയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നശിപ്പിച്ച ഒരു പ്രദേശമാണ് ലോവർ കുട്ടനാടും അപ്പർ കുട്ടനാടും. കുട്ടനാടിനെ രണ്ട് ഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, കടൽ തീരത്തോട്ട് അടുത്ത് കിടക്കുന്ന, കായലിനോട് ചേർന്ന് കിടക്കുന്ന ലോവർ കുട്ടനാട് പ്രദേശം. അതങ്ങനെ തന്നെയാണ് മലയാളത്തിലും ആളുകൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന താഴ്ന്ന പ്രദേശത്ത് കിടക്കുന്ന കുട്ടനാട്. അത് കഴിഞ്ഞാൽ അപ്പർ കുട്ടനാട്, കുറച്ചുകൂടി ഉയർന്നു കിടക്കുന്ന മൂന്നാർ പോലുള്ള, ചെങ്ങന്നൂർ പോലുള്ള കുറച്ച് ഉയർന്നു കിടക്കുന്ന പ്രദേശത്തെ കുട്ടനാട്. ഈ രണ്ട് സ്ഥലവും പ്രളയത്തിന് ശേഷം വലിയ തോതിലാണ് മാറ്റമുണ്ടായിട്ടുള്ളത്. അവിടുത്തെ മണ്ണിൻ്റെ ഘടനയ്ക്ക് മാറ്റമുണ്ടായി, കാലാവസ്ഥയ്ക്ക് സൂക്ഷ്മ കാലാവസ്ഥയിൽ മാറ്റം വന്നു, ചെടികളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു, അവിടുത്തെ മൃഗങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയിൽ കുറവുണ്ടായി, പാലിൻ്റെ കാര്യത്തിലും പ്രത്യുൽപാദന ശേഷിയിലും കുറവുണ്ടായതായിട്ട് പഠന റിപ്പോർട്ടുകൾ, സൂചനകൾ വരുന്നു. മത്സ്യസമ്പത്തിന്, ലോവർ കുട്ടനാട് എടുത്തു കഴിഞ്ഞാൽ മത്സ്യസമ്പത്തിന് വലിയ പ്രശ്നം വരുന്നു. ഓര് വെള്ളം കരയിലേക്ക് കയറുന്നതിൻ്റെ ഇത് കൂടുന്നു. അതുപോലെ തന്നെ കുട്ടനാടിന് എത്ര കാലം എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നിരവധി പഠനങ്ങളും റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ 2023 ജൂലൈയിൽ ഒരു റിപ്പോർട്ട് വന്നു, പ്രളയത്തിന് ശേഷം എങ്ങനെയാണ് കുട്ടനാടിലുണ്ടാകുന്ന മാറ്റം. അത് മലയാള മനോരമയുടെ 4 ദിവസത്തെ തുടർച്ചയായുള്ള ഒരു ലേഖന പരമ്പര തന്നെ വന്നു. മലയാള മനോരമയുടെ പത്തനംതിട്ട യൂണിറ്റിൽ, ഡിസ്ട്രിക്ട് യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന വർഗീസ് സി തോമസ്, അദ്ദേഹം അവിടുത്തെ സീനിയർ എഡിറ്ററാണ്. അദ്ദേഹം നേരത്തെ പലതുള്ളി ഉണ്ടായിരുന്നപ്പോൾ കോട്ടയത്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ആ കാലഘട്ടം മുതൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. പരിസ്ഥിതിയുടെ കാര്യവുമൊക്കെ നന്നായി മനോരമയിൽ നോക്കുന്ന ആളാണ്. നമ്മുടെ സോമനാഥൻ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. തിരുവനന്തപുരത്ത് ദീർഘകാലം ഉണ്ടായിരുന്നൊരു സോമനാഥനായിരുന്നു. അദ്ദേഹം അവസാന കാലത്ത് നിയമസഭയെക്കുറിച്ചാണ് കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ തുടക്കകാലങ്ങളിൽ മുഴുവൻ അദ്ദേഹം കേരളത്തിലെ വനങ്ങളെക്കുറിച്ചും വനസമ്പത്തിൻ്റെ ചൂഷണത്തെക്കുറിച്ചും വനം കൊള്ളയെക്കുറിച്ചൊക്കെ ഇത്രമാത്രം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളൊരു പച്ചയായ പരിസ്ഥിതി മനുഷ്യനായിരുന്നു സോമനാഥൻ. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഒരു വിക്ടർ ജോർജ് ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ. അദ്ദേഹം കാട്ടിൽ വെച്ച് പെരുമഴയത്ത് വലിയ കൊടുങ്കാറ്റും മഴയൊക്കെ വന്നപ്പോൾ മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒത്തിരി ആൾ, ഞാൻ സാന്ദർഭികമായിട്ട് പരിസ്ഥിതി പറഞ്ഞപ്പോൾ ഇവരെ പറഞ്ഞതാണ്. ഈ വർഗീസ് സി തോമസിന് കേരള സർക്കാരിൻ്റെ വികസനോന്മുഖ റിപ്പോർട്ടിങ്ങിനുള്ള അവാർഡും കിട്ടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. അങ്ങനെ അവാർഡും കിട്ടി. അപ്പോൾ ഞാൻ അവാർഡ് കിട്ടി എന്നുള്ളതല്ല, അതൊരു വാർത്തയാണ്. വർഗീസ് തോമസിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നു. അഭിനന്ദനം അറിയിക്കുന്നതും അവാർഡ് കിട്ടാനല്ല, ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. കാര്യം പത്രപ്രവർത്തന രംഗത്തൊക്കെ ഈ ഹരിതത്തെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ വെള്ളത്തെക്കുറിച്ച് പറയാൻ, പരിസ്ഥിതിയെക്കുറിച്ച് പറയാനൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവിടെയാണ് വർഗീസ് സി തോമസിനെ പോലുള്ളവരൊക്കെ വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. അതിൻ്റെ ലേഖനത്തിൻ്റെ പരമ്പരയുടെ പേരിതായിരുന്നു, അപ്പർ കുട്ടനാട് ദുരിതം ഉയരെ. ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ തോതിലാണ് പ്രളയ സമയത്ത് കുട്ടനാടിലെ പ്രദേശങ്ങൾ, അത് അപ്പർ കുട്ടനാട് എടുത്താലും ലോവർ കുട്ടനാട് എടുത്താലും വളരെ വലിയ തോതിലാണ് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടായത്. നമ്മൾ പമ്പയാർ എടുത്തു കഴിഞ്ഞാൽ പമ്പയാറിൽ വരുന്ന വലിയ തോതിലുള്ള മാലിന്യങ്ങൾ നല്ലൊരു ശതമാനവും ഏറ്റുവാങ്ങുന്നത് നമ്മുടെ കുട്ടനാട് പ്രദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അവരുടെ കൂലിയുടെ പ്രശ്നങ്ങളുണ്ട്, അവിടെ മെഷീൻ ഇറക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അവരുടെ ചെയ്യുന്ന നെല്ലിന് വില കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി നെല്ലെടുക്കുന്ന സംഭരണ പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അപ്പർ കുട്ടനാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ വലിയ തോതിലാണ് കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ കുട്ടനാടിൽ നിന്ന് ഒരുപാട് ആളുകൾ വസ്തുവെല്ലാം വിട്ടുകൊണ്ട് അപ്പർ കുട്ടനാട്ടിലേക്കും മധ്യ തിരുവിതാംകൂറിലേക്കൊക്കെ മാറുന്നൊരു കാഴ്ചയും കാണുന്നുണ്ട്. വലിയ ചോദ്യമാണ് കുട്ടനാടിന് എത്ര നാൾ, അപ്പർ കുട്ടനാടിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ചങ്ങനാശ്ശേരിയിൽ വരെ പണ്ട് കടൽ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. കടലിറങ്ങിയാണ് ചങ്ങനാശ്ശേരി ഉണ്ടായതെന്ന് ചരിത്രരേഖകളിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കടലിറങ്ങി ഉണ്ടായ കേരളം കടലെടുത്ത് പോകുമോ? എന്തായാലും നമുക്കറിയാം. ഇനിയും ഇത്തരം ലേഖനങ്ങളൊക്കെ വരട്ടെ. എല്ലാ ആളുകളും ഇത് വായിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ആർക്കൈവിലും ഓൺലൈനിലും ഒക്കെ ലഭ്യമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് വായിക്കാനും പ്രചരിപ്പിക്കുവാനും കഴിയട്ടെ. വർഗീസ് സി തോമസിന് എല്ലാവിധ ഭാവുകങ്ങളും. മറ്റെല്ലാ പത്രങ്ങളിലും ഇത്തരത്തിലുള്ള വികസനോന്മുഖ പാരിസ്ഥിതിക ഹരിത ജേർണലിസ്റ്റുമാർ ഉണ്ടായി വരട്ടെ.